സൗഹൃദം ലിറ്റററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ 35ാം വാർഷികം വിവിധ പരിപാടികളോടെ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. സാഹിത്യകാരൻ പ്രൊഫസർ വി.എ. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ നിർബാധമായ പ്രയാണം ദുഷ്കരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നന്മയില്ലാത്ത പഠിപ്പിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ തന്നെയാണ് നമുക്കുള്ള സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് എന്ന് പണിയുകാണ്ട് സൃഷ്ടിക്കാൻ ഉള്ളൂര് പറഞ്ഞിട്ടുണ്ട്. ഭക്തി അനുരാഗ ദയാദി വപുസ്സ പരാത്മ ചൈതന്യം. പരമാത്മാവ ചൈതന്യം എന്ന് പറയുന്നത് ഭക്തി, ദയ, അനുരാഗം കൂടി കൂട്ടിയിരിക്കുകയാണ് ഉള്ളൂര്. ഇതാണ് അതിൻ്റെ ബോഡി എന്ന് പറയും, വപുസ്. അപ്പോൾ പരാത്മ ചൈതന്യത്തിൻ്റെ വപുസ് എന്ന് പറയുന്നത് ഈ ഭക്തിയും ദയയും അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രയോഗവുമാണ്, അനുരാഗവുമാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ അത് നമുക്ക് ആത്മചൈതന്യം വെളിച്ചമൊക്കെ പകരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയും. അതായത് കവിത വായിച്ച് ഒരുപാട് നേരം എനിക്ക് പെട്ടെന്ന് 10 മണിക്ക് തമ്മിലും മീറ്റിംഗ് ഞാനായിട്ട് സംസാരിക്കേണ്ട ആളാണ്. എനിക്ക് ഞാനത് അവതരിപ്പിക്കാൻ ആളാണ്. അപ്പോൾ നമ്മൾക്ക് ഹിസ്റ്ററിയിൽ പോകണമെന്ന് ഞാൻ കഴിയുന്നത് ഞാൻ വിളിക്കാറുണ്ട് എന്ന് പറ്റിയാൽ. അപ്പോൾ അതുകൊണ്ട് അപ്പൊ ഈ ഉള്ളൂര് പറഞ്ഞതുപോലെ നമ്മളിവിടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടന പല പേരുകളിൽ, ഉപഭോക്തൃ സംഘടന, മനുഷ്യാവകാശ സംഘടന എന്ന് വേണ്ട നമുക്ക് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളും, സാംസ്കാരിക രംഗം, നൃത്തം, സംഗീതം, കവിത, കഥ, ഇങ്ങനെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട രചനാത്മകമായിട്ടുള്ള സഹൃദയർക്ക് വളരെയധികം ആഹ്ലാദം നൽകുന്ന, സഹൃദയെ സന്തോഷിപ്പിക്കുന്ന, സംതൃപ്തി നൽകുന്ന ധാരാളം പ്രവൃത്തികളിൽ വ്യാപൃതനായിട്ടുള്ള ഈ വ്യാപകമായിട്ട് സംഘടനയ്ക്ക് ഞാൻ എല്ലാവരും പാവുന്നുണ്ട്. 35 കൊല്ലത്തെ ഈ പ്രവർത്തനമുണ്ടല്ലോ. അതുപോലെ തന്നെ ഇത് സാമ്പത്തിക പ്രതിബന്ധങ്ങൾ മൂലം പല സംഘടനകളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും സൗഹൃദം സൊസൈറ്റി മാസിക പ്രസിദ്ധീകരണം അടക്കമുള്ള പല പരിപാടികളുമായി മുന്നേറുന്നത് ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പ്രസിഡന്റ് ഇ. സുമതികുട്ടി അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുഴ രവിയുടെ സ്വയംകൃതങ്ങൾ എന്ന ഗ്രന്ഥചർച്ചയിൽ ഡോക്ടർ ശശിധരൻ കളത്തിൽ മുഖ്യപ്രഭാഷണം ചെയ്തു. ഡോക്ടർ എം ജ്യോതി, വി യു രാധാകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കുറ്റിപ്പുഴ രവി മറുപടി പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി പ്രൊഫസർ പുന്നക്കൽ നാരായണൻ റിപ്പോർട്ടും വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു. കവിതകളെ സംബന്ധിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത് 2 വാക്ക് അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ കവിത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക രീതി, എല്ലാവരും എന്തെങ്കിലും കുറേ വാക്കുകൾ നിർത്തിയാൽ കവിതയാകും എന്ന് ധരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. കുറേ വാക്കുകൾ ഇങ്ങനെ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. പണ്ട് കവിത എഴുതുമ്പോൾ കാര്യത്തിൽ ചട്ടക്കൂടുകൾ ഉണ്ടായിരുന്നു, ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ലളിതമൊന്നും ഇല്ല. അതായത് വളയിലൂടെ ചാടി വളയില്ലാതെ ചാടിയെങ്കിലും ഇപ്പോൾ വളരെ വളയിലൂടെ ചാടി വളയില്ലാതെ ചാടിയല്ല, ആദ്യം തന്നെ വളയില്ലാതെ ചാടും. അവർക്കൊരു വളയം വേണ്ട, ഒന്നും വേണ്ട, ഒരു ഫ്രെയിമും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് കവിത എഴുതാൻ ഇന്നത്തെ കാലത്തിൽ എല്ലാവർക്കും കഴിയും എന്ന മട്ടായിട്ടുണ്ട്. അത് മാർക്കണ്ഡേയൻ നമ്മുടെ മാർക്കണ്ഡേയ പുരാണത്തിൽ പറഞ്ഞിട്ടത്ര. അതായത് കലിയുഗത്തിൽ എല്ലാവരും കവികളാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹവും കവിയാവാനാണ്. ഒരു കഥാകൃത്തോ അല്ലെങ്കിൽ നോവലിസ്റ്റോ ആകാൻ എല്ലാവരും അധികം ആളുകൾ ആഗ്രഹിക്കുന്നു. ചന്ദ്രപ്രകാശ് ഇടമന, ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ഇ. സുമതികുട്ടി പ്രസിഡന്റ്, പി. വി. രാമൻ വൈസ് പ്രസിഡന്റ്, പുന്നക്കൽ നാരായണൻ ജനറൽ സെക്രട്ടറി ആൻഡ് ട്രഷറർ, ടി. എൻ. നമ്പീശൻ ജോയിന്റ് സെക്രട്ടറി, കുറ്റിപ്പുഴ രവി, സി. ആർ. രാധാകൃഷ്ണൻ, പുഷ്പജ നാരായണൻ, ഉഷ രാമചന്ദ്രൻ, അബ്രഹാം കൂള, വർഗീസ് അത്താണി, ചന്ദ്രപ്രകാശ് ഇടമന, പി. ജി. പുതുരുത്തി, നസീർ സീനാലയം, സ്വപ്നശ്രീ, ഭാനുമതി ഉണ്ണികൃഷ്ണൻ, ബിന്ദു വാസുരി, ജോൺസൺ കുന്നമ്പിള്ളി കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. നിർമ്മല കോലഴിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ഉഷ രാമചന്ദ്രൻ സ്വാഗതവും അബ്രഹാം കൂള നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കവിയരങ്ങ് ശ്രീജ നടുവം ഉദ്ഘാടനം ചെയ്തു. കേവലം പദസഞ്ചയങ്ങളല്ല കവിതകളെന്നും ഭാഷയുടെയും അനുഭവങ്ങളുടെയും മൂല്യവത്തായ പ്രകടനമാണിതെന്നും അവർ പറഞ്ഞു. ലോകമെങ്ങും ഉള്ളത്. അപ്പോൾ യുദ്ധത്തെ അടിസ്ഥാനമാക്കി തന്നെയുള്ള ഒരു കവിതയായിരിക്കും ഇത് ഏറ്റവും അനുയോജ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയൊരു കവിത, യുദ്ധം ബാക്കിയാക്കുന്നത്. പദ്യകവിതയാണ്. യുദ്ധങ്ങളെല്ലാം ഒരു നാൾ അവസാനിക്കുക തന്നെ ചെയ്യും.
അത്യാസന്ന നിലയിലുള്ള രോഗിയുടെ ഹൃദയമിടിപ്പ് പോലെ അതിർത്തി രേഖകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരും. പിടഞ്ഞു വീഴുന്ന കുരുതിക്കരുക്കളുടെ പട്ടികകൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ശത്രുവിന്റെ ഉന്മൂലനാശത്തിനായി പുതുതന്ത്രങ്ങൾ ഉയരെടുക്കും. കീഴടക്കുന്ന പ്രദേശങ്ങൾക്കൊപ്പം പൊട്ടിച്ചിരികളും മദ്യചഷകങ്ങളും നിറഞ്ഞൊഴുകും. കച്ചവടത്തിന്റെ കാണാപ്പുറങ്ങളിൽ അക്കങ്ങൾ അനുനിമിഷം തെറ്റുവരുന്നു. മറുപാതിയിലെ കറുത്ത നിലാവാവട്ടെ തെരുവോരങ്ങളിൽ മറയിടും. ഒരായുസ്സിൽ നേടിയതൊക്കെ ഒരു നൊടിയിടയിൽ തകർന്നവരുടെ ധാരമുറിയാത്ത കണ്ണീരിനാൽ ഊഷരഭൂമി ഉറവയെടുക്കും. ഡയറക്ടർ പുന്നയ്ക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബാബുരാജ്, സുരേഷ് കുമാർ പാർലിക്കാട്, നസീർ സീനാലയം, PG പുതുരുത്തി, കൃഷ്ണകുമാർ കൊടുമ്പ്, ഇന്ദിര ടീച്ചർ വരവൂർ, നിഖിൽ VM, ഭാനുമതി ഉണ്ണികൃഷ്ണൻ, UK വിരുപ്പാക്ക എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. നിർമ്മല കോലഴി, ജോൺസൺ കുന്നമ്പിള്ളി, നീതു മോഹൻ എന്നിവരുടെ ഗാനാലാപനം ശ്രദ്ധേയമായി. ജോൺസൺ കുന്നമ്പിള്ളി സ്വാഗതവും TN നമ്പീശൻ നന്ദിയും പറഞ്ഞു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോട്ട് സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.